നന്ദി പറയേണ്ടത് ഒരു ആവശ്യമല്ല എങ്കിൽ പോലും ഇപ്പോഴല്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ നിന്നോട് നന്ദി പറയുവാനായിട്ട് എനിക്ക് പറ്റില്ല. ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 5 വർഷങ്ങൾ അതിമനോഹരമായിരുന്നു. ഈ 5 വർഷങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ കള്ളമായി പോകും. അത്രയേറെ മനോഹരമൊന്നും ആയിരുന്നില്ല. പക്ഷേ പൗരോഹിത്യം എന്ന ദാനം, പൗരോഹിത്യം എന്ന ഒരു കൃപ ജീവിതത്തിൽ ലഭിച്ചതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കുറവുകളുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ എന്താ പറയുക, ചിലപ്പോഴെങ്കിലുമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു പരിപാലന, ഒരു കരസ്പർശം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അനുഭവം. എത്ര വേദനകൾ വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും പരിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് തീർച്ചയായും ഈ ഒരു 5 വർഷത്തിൽ ഒത്തിരി കൂടുതലാണ്, ഒത്തിരി വലുതാണത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ തിരുപ്പട്ട സ്വരണത്തിൻ്റെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ, നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചതുപോലെ പാഴാകാത്ത, പരാജയമാകാത്ത ഈ പൗരോഹിത്യം ഇനിയും ഭംഗിയായി മുന്നോട്ടേക്ക് പോകുവാൻ, കുറവുകളും പോരായ്മയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന നല്ലൊരു പുരോഹിതനായി ജീവിക്കുവാൻ, തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുവാനും, നന്മയിൽ അടിയുറച്ച് വളരുവാനും, ഇതുവരെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളും ബലഹീനതകളും പോരായ്മകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് നല്ല ഒരു പൗരോഹിത്യം ജീവിക്കുവാൻ നിങ്ങൾ ഇനിയും എനിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. കാരണം ഈ 5 വർഷത്തിൽ കണ്ടുമുട്ടിയ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട്, ഒത്തിരിയേറെ മാതൃകകളുണ്ട്. ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടി വന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില വ്യക്തിത്വങ്ങളുണ്ട്, ചില മാതൃകകളുണ്ട്. എല്ലാം നന്മയ്ക്കാണ് എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. നന്മയ്ക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇനി ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഇനിയുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുമെന്നുള്ള വാഗ്ദാനവും നൽകുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിലെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ഓർക്കുന്ന ഒരു നിമിഷമെങ്കിലും എനിക്കിട്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴും ചെറിയൊരു വിഷമമുള്ളിലുണ്ട്. കാരണം ഇന്ന് ഈ കർമ്മത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി പേർ ഇന്നിവിടെയില്ല. പലരും ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു, മറ്റു ചിലർക്ക് എത്തിച്ചേരുവാൻ നിർവാഹമില്ല എന്നുള്ളത് സങ്കടകരം തന്നെയാണ്. ഇന്നത്തെ ബലിയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. എൻ്റെ ബലിയിൽ ഇവിടെ ഇതിനു മുൻപ് സേവനം ചെയ്ത CMI സഭയിലെ അരുണച്ചൻ മുതൽ ഒത്തിരി പേർ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ജീവനക്കാരനായ തോമസ് ഏട്ടൻ വരെ. കാരണം ഇവർ പഠിപ്പിച്ച പാഠം പണവും പ്രശസ്തിയുമല്ല, മറിച്ച് സ്നേഹവും പരിഗണനയുമാണ് മറ്റുള്ളവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പഠിച്ചത് അവരിൽ നിന്നാണ്. ഇനി നന്ദി പറയുവാനുള്ളത് 3 പേർക്കാണ്. ആദ്യമായി പപ്പയ്ക്കും മമ്മിക്കും. ഒരു ജീവിത വിളി തിരഞ്ഞെടുത്ത് അതിൽ യാത്ര തുടങ്ങിയപ്പോഴേക്കും ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പപ്പയോടും മമ്മിയോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പകർന്നു തന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല. വിശ്വാസത്തിലാണെങ്കിൽ പോലും അവർ പകർന്നു നൽകിയത് ഒരല്പം കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയതൊന്നും നേടിയെടുത്തതായി എനിക്കറിയില്ല. അവർ തെളിച്ചതല്ലാതെ മറ്റൊരു പ്രകാശവും എന്നിലില്ല.
എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നതും അവർ തന്നെയാണ്. മരണമൂലം ഈ ജീവിതത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവരോരോരുത്തരും കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കാരണം അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വഴിയിലെവിടെയെങ്കിലും വെച്ച് വീണു പോകുമായിരുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പപ്പയെയും മമ്മിയെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. പിന്നെയുള്ളത് ഒരു പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അത്ര പരിചിതരമല്ലാത്ത ഒരു ഫാമിലിയാണ്, ദേവസി ചേട്ടനും ഫാമിലിയും. പപ്പയുടെയും മമ്മിയുടെയും മരണത്തിന് ശേഷം ഒത്തിരി കാര്യങ്ങളിൽ എല്ലാമായിരുന്നത് ആ കുടുംബമാണ്. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരെയും മുൻപിലേക്ക് വിട്ടിട്ട് പിറകിലേക്ക് മാറി നിൽക്കുന്ന ഒരു കുടുംബം. ഇന്നും ദേവസ്വമായിട്ട് ഇവിടെ മുൻപിലൊന്നുമില്ല, പിറകിൽ തന്നെയാണ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല, എങ്കിലും ഒത്തിരി നന്ദി. ഇനിയുള്ള ഒരാൾ ഇവിടെ ഫ്രണ്ടിലിരിപ്പുണ്ട്, എൻ്റെ അനിയനാണ്. നന്ദി പറയേണ്ടത് ഒരാവശ്യമല്ല, എങ്കിൽ പോലും ഇപ്പോഴല്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ നിന്നോട് നന്ദി പറയുവാനായിട്ട് എനിക്ക് പറ്റില്ല. പപ്പയും മമ്മിയും മരിച്ചപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ നിനക്ക് പറയാമായിരുന്നു, ഇനി നിനക്കാരാ ഉള്ളത്, ചേട്ടാ ഇനി പോകരുത്, ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ. പക്ഷെ നീ അതൊരിക്കലും എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒത്തിരി വേദനയിലും ബുദ്ധിമുട്ടുകളിലും ഉറപ്പായിട്ടും നീ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. പല കാര്യങ്ങളും നീ എന്നെ അറിയിച്ചിട്ടില്ല. പല വിഷമങ്ങളും സഹിച്ചത് നീ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ പോലും അറിയാതെ. ഒരു കാര്യം ഉറപ്പാണ്, നീ അന്ന് വേണ്ടെന്ന് വെച്ച പല സുഖ സൗകര്യങ്ങളുടെയും സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഫലം കൂടിയാണ് ഈ പൗരോഹിത്യം. നീ സഹിച്ച ത്യാഗങ്ങളും ഈ പൗരോഹിത്യത്തിലുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതായിട്ട് ഇതിലൊന്നുമില്ല. എനിക്ക് വേണ്ടി കൂടി അധ്വാനിച്ചതാണ് നിന്റെ കൈകളിലെ തഴമ്പ്. അത്രയും തഴമ്പ് ഈ കൈകളിലില്ല. അഭിമാനമാണ് നിന്നെപ്പോലെ ഒരുവനെ കൂടപ്പിറപ്പായി കിട്ടിയതിൽ. നന്ദി എന്ന വാക്ക് നമുക്കിടയിൽ ആവശ്യമില്ലെങ്കിലും ഒത്തിരി നന്ദി. ഒരു കൂടപ്പിറപ്പായി ജനിച്ചതിനും ഇത്രയേറെ എനിക്ക് വേണ്ടി ഓടിയതിനും വിയർപ്പൊഴുക്കിയതിനും. പുറത്തൊക്കെ പോയി കറുത്ത് കരുവാളിച്ചിങ്ങനെ ഇരിക്കുകയാണ് അവൻ. ഇതിലധികമായിട്ട് എന്താണ് ഞാൻ നന്ദി പറയുക? പ്രാർത്ഥനയിൽ പ്രത്യേകം
യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി ഒരുക്കിയെന്നെ എന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി ആ ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായി ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായേകിടുവാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാം ദിവ്യഹിതമെഴുതി തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാം ദിവ്യഹിതമെഴുതി ആഹിതം നിറവേറ്റാനിതാ വരുന്നു എൻ ഹിതം യാഗമായേകിടുവാൻ ആഹിതം നിറവേറ്റാനിതാ